ചക്കക്കുരു ഇതുപോലെ കറി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, തീർച്ചയായും ഇഷ്ടപ്പെടും. ചക്കക്കുരു മാങ്ങയും തന്നെ വെക്കുന്നതിനേക്കാളും നല്ലത് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം. പണ്ട് കാലത്ത് എന്നും വെക്കുന്ന ഒരു കറിയായിരുന്നു ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇട്ടല്ലേ. ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്കയുടെ ഓരോരോ പാർട്ടുകളും എടുത്തിട്ട് കറിയായിരിക്കും. ഈ ഒരു കറി കണ്ടു കഴിഞ്ഞാൽ വിശപ്പില്ലാത്തവരും ചോറിനും. ഇപ്പോൾ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. ഞാനിവിടെ വളരെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. പുറത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ ചുമന്ന തൊലിയൊന്നും കളയരുത്. നല്ലപോലെ വേകുന്ന കുരുവാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം വേകുന്ന കുരുവാണോ എന്ന് അറിയാൻ വയ്യാത്ത കാരണം ഞാൻ 2, 3 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വേഗം താമസമുള്ള കുരുവാണെങ്കിൽ കുക്കറിനകത്തിട്ട് വേവിക്കാം. ഞാനിവിടെ ഒരു ചട്ടിയിലേക്കാണ് ഇടുന്നത്. വേഗം താമസമാണെങ്കിൽ മാത്രം കുക്കറിനകത്തേക്ക് മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത്. ഉപ്പ് ഇപ്പം ഇടുന്നില്ല, കുരു വേഗമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ ഉപ്പിടുന്നില്ല. അപ്പം ഇത് ഇനി ഒന്ന് അടച്ചു വെച്ചങ്ങ് വേവിക്കാം. ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തോണേ, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റും. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചങ്ങ് വേവിക്കാവേ. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോണത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, വെള്ളരിക്കയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ചക്കക്കുരു കഴിക്കുമ്പോൾ വയറിന് വിഷമമുള്ളവർ ഇതുപോലെ വെള്ളരിക്കയും കൂടെ ഇട്ട് വെച്ചാൽ മതി. മിക്കവർക്കും ചക്കക്കുരു കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കഴിച്ച് കഴിയുമ്പം വയറിനകത്ത് വേദനയൊക്കെ തുടങ്ങും. അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ. ഇനി ഇതിന് വേണ്ട അരപ്പാണ് റെഡിയാക്കുന്നത്. 2 നുള്ള് ജീരകം ഞാൻ ഇടുന്നുള്ളൂ. ജീരകത്തിൻ്റെ അളവ് കൂടരുത്, അതിനൊരു ചൊവയായിരിക്കും. പിന്നെ ഒരു 2-3 ചുള ഉള്ളിയും കൂടെ ഇട്ടു. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. പച്ചമുളക് ഞാൻ കൂടുതൽ ചേർക്കുന്നത് ഇവിടെ എരിവിന് വേണ്ടിയിട്ട്. മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുള്ളൂ. പിന്നെ തേങ്ങ 4-5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാതെ ഒന്ന് കറക്കിയതിന് ശേഷം മാത്രം കുറേശ്ശെ വെള്ളം ചേർത്തരച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ചക്കക്കുരു വെന്തോ നോക്കാം. ചക്കക്കുരു മുഴുവൻ വേവാകാൻ നിൽക്കണ്ട, നമുക്ക് വെള്ളരിക്കയും കൂടെ ഇടണം. അപ്പോൾ പകുതി വേവായാൽ മതി. പകുതി വേവാകുമ്പോൾ വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഞാൻ ഈ വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് വേകുന്ന ചക്കക്കുരു ആയിരുന്നു തോന്നുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ചക്കക്കുരു ബാക്കിയും കൂടെ വെന്ത് കിട്ടും. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചക്കക്കുരു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. വെള്ളരിക്ക ഉടച്ച് കളയരുത്, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണേ. വെള്ളരിക്ക സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ചക്കക്കുരു ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ചക്കക്കുരു കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല കൊഴുപ്പ് വരുവേ. ഇപ്പോൾ ചക്കക്കുരു ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങ ചെറുതായിട്ട് ചനച്ച് തുടങ്ങിയതാണ്. ഇങ്ങനെ ചനച്ച മാങ്ങ വെച്ചിട്ട് വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പച്ചമാങ്ങ വെച്ച് വെക്കുന്ന ആ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ് ഇതിന്. മാങ്ങയ്ക്ക് മധുരം ഉണ്ടാവരുത്, പുളി ഉണ്ടാവുകയും ചെയ്യണം, എന്നാൽ പതിയെ ചനച്ച് തുടങ്ങിയതായിരിക്കണം. മാങ്ങ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ലപോലെ ഒന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവേ. ഒന്ന് തുറന്ന് നോക്കാം. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും, പെട്ടെന്ന് വേകുന്നതല്ലേ മാങ്ങ. ഇവിടെ മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്കകത്തേക്ക് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ചൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കറി അങ്ങ് തിക്കാവേ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്തോണം. ഈ രീതിയിലാണ് നിങ്ങളൊക്കെ കറി വെക്കാറുള്ളത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറി ഒന്ന് തിളച്ചാൽ മതിയേ. തിളച്ച് കഴിയുമ്പം ഒന്ന് കടുവും കൂടെ വറുത്തിടാം. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഞാൻ ഉലുവയും കടുവും കൂടി ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും കൂടെ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത് ചേർക്കണേ, എങ്കിൽ ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കുള്ളൂ. കറിവേപ്പില ഉണ്ട്, കറിവേപ്പിലയും കൂടെ ചേർക്കാം. എൻ്റെ അടുത്ത് കറിവേപ്പിലയില്ല. അതുപോലെ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. ഉലുവപ്പൊടി എൻ്റെ അടുത്തില്ല, ഞാൻ ഉലുവ ഇട്ടാണ് കടുക് വറുത്തത്. ഇനി നല്ലപോലെ അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ട്. അത് നല്ലപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പം കറിയിലേക്ക് എടുത്തൊഴിക്കാം. ഉലുവ പൊടിച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ ചക്കക്കുരു കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ നമ്മൾ ചക്കക്കുരു തന്നെയല്ലല്ലോ, വെള്ളരിക്കയും കൂടെ ഇട്ടിട്ടല്ലേ വെക്കുന്നത്. ചക്കക്കുരു കുറവും കുറച്ച് വെള്ളരിക്ക കൂടുതലും കൂടെ ചേർത്താൽ ടേസ്റ്റിന് ഒരു കുറവും വരില്ല. ധൈര്യമായിട്ട് കൂട്ടുകയും ചെയ്യാം, വയറിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു കറിയുടെ കളറ് കണ്ടാൽ തന്നെ കഴിക്കാൻ കൊതിയാവില്ല. അപ്പം നിങ്ങളും ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അത് മാത്രം പോരാ കേട്ടോ, കമൻസ് കൂടി വേണം. ഈ ഒരു കറിക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്, ഒരുപാട് തിക്കുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചും കൂടെ കാണിച്ചു തരാവേ. നല്ല ചെമ്പാവരി ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറിയും കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. എനിക്കിന്ന് കോവയ്ക്ക തോരനും ഉണ്ട്, കൊണ്ടാട്ടം ഉണ്ട്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്